രാം നാരായണ രാം. ഒരു മനുഷ്യന് താൻ ആഗ്രഹിക്കുന്നതെന്തുമാകട്ടെ അതിനെ വളരെ എളുപ്പത്തിൽ കൈവരിക്കാൻ കഴിയും. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്ത് പലതവണ കണ്ടിട്ടുണ്ടാകുമല്ലോ പലരും പല പ്രശ്നങ്ങളാൽ അലട്ടപ്പെടുന്നത്. ചിലർ ജോലി സംബന്ധിച്ച് വിഷമിക്കുന്നു, ചിലർ പഠനത്തെക്കുറിച്ച് വിഷമിക്കുന്നു, ചിലർ ജീവിതത്തിൽ പുരോഗതി കിട്ടാത്തതിനെക്കുറിച്ച് വിഷമിക്കുന്നു. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനുള്ളിലെ വിവേകത്തെയും ചൈതന്യത്തെയും കേട്ടാൽ ശരിയായ ജ്ഞാനത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ ഫലമായി വിജയത്തിൻ്റെ യഥാർത്ഥ വഴിയിലേക്ക് നിങ്ങൾക്ക് കാഴ്ച തെളിയുന്നതാകും. അതുവഴി നീങ്ങിയാൽ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും. ഇന്ന് സമൂഹത്തിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന രാഷ്ട്രീയ നീക്കത്തിലൂടെ ചിലവർ നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊപ്പം നമ്മളും അതിന് വഴങ്ങി പോവുകയാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ അകത്തുനിന്ന് വളരെ ബലഹീനരായിരിക്കുന്നു. ഇന്ന് മതത്തിൻ്റെ പേരിൽ ആളുകളെ വഞ്ചിക്കുകയാണ്. ഇതൊരു വലിയ ദുരന്തമാണ്. ഒരു വശത്ത് എത്രയോ കുട്ടികൾ പട്ടിണിയിലാണെന്നും ഒരു ഉച്ചഭക്ഷണം പോലും കിട്ടാത്തതുകൊണ്ട് അവശരാണെന്നും കാണുമ്പോൾ മറ്റു വശത്ത് ക്ഷേത്രങ്ങളിൽ ലിറ്ററുകളുടെ കണക്കിന് പാൽ, തൈര്, നെയ്യ്, പഞ്ചാമൃതം മുതലായവ കൊണ്ട് വിഗ്രഹങ്ങളെ അഭിഷേകം ചെയ്യുന്നത് ദൃശ്യമാണ്. ഇതാണോ മതത്തിൻ്റെ സത്യസംഗതി? നമ്മളെല്ലാവരും 5 ഭൂതതത്വങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെ ഹൃദയവും മനസ്സും ഒരേപോലെയാണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായ ചിന്തകളെ ഉൾക്കൊള്ളുമോ നെഗറ്റീവ് ചിന്തകളെ ആകർഷിക്കുമോ എന്നത് നമ്മുടെ തീരുമാനത്തിലാണ്. നമ്മൾ പരസ്പരം നല്ലത് ആഗ്രഹിക്കുമോ അല്ലെങ്കിൽ പ്രതികൂലത ആഗ്രഹിക്കുമോ? ഒരു മനുഷ്യൻ സ്വന്തം ആഗ്രഹങ്ങൾക്കായി മുന്നോട്ടു പോകുമ്പോൾ മുന്നിലുള്ള ആളിന് എത്രത്തോളം ദുഃഖം നൽകുന്നു എന്ന് ചിന്തിക്കാറില്ല. നമ്മുടെ ഭൂമി തപസ്സിൻ്റെ ഭൂമിയാണ്. വിശ്വാസം നമ്മുടെ ശക്തിയാണ്. ക്ഷമ നമ്മുടെ ആചാരമാണ്. സ്നേഹം നമ്മുടെ ആത്മവിശ്വാസമാണ്. ഈ സത്യമെല്ലാം മനസ്സിൽ സൂക്ഷിച്ച് മുന്നോട്ടു പോയാൽ വിജയമെത്തും. മറ്റൊരാളുടെ പ്രകൃതിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കേണ്ടതില്ല. പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ച് എല്ലാം തന്നിരിക്കുന്നു. ജീവിതം സമ്പന്നമാക്കാൻ അത് മതിയാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിൽ പലരും വളരെ പെട്ടെന്ന് ഉൾവിഷമത്തിലും മാനസിക സമ്മർദ്ദത്തിലും ആകുന്നു. അതിനാൽ എല്ലാ ആളുകളും ധ്യാനം നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ധ്യാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. മനസ്സിനെ ശാന്തമാക്കാം. അതിനൊപ്പം ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ധ്യാനത്തിലൂടെ വ്യക്തിത്വം മെച്ചപ്പെടുത്താൻ, നല്ല നേതൃഗുണങ്ങൾ വികസിപ്പിക്കാൻ, ഒരു ഉത്തരവാദിത്തമുള്ള പൗരനായി തീർക്കാൻ സഹായിക്കും. ഈ ഭൂമിയിൽ സമീപം 800 കോടി ആളുകൾ ജീവിക്കുന്നു. എന്നാൽ പലരും മനുഷ്യനിർമ്മിത മതങ്ങളെ ആശ്രയിച്ച് തെറ്റായ വഴി പിന്തുടരുന്നു. ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ മനസ്സിലാക്കണം. മതത്തിൻ്റെ പേരിൽ ആളുകളെ കബളിപ്പിക്കുന്നവരെയും ചതിക്കുന്നവരെയും സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവരെ ശക്തമായ ശിക്ഷ നൽകണം. ഈ പ്രവർത്തനം ഒരു വ്യക്തിയാൽ മാത്രം സാധ്യമല്ല, അല്ലെങ്കിൽ ഒരൊറ്റ വ്യക്തി ചെയ്തു നീങ്ങാനാകില്ല. ഇത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചേ സാധ്യമാകൂ. ജീവിതത്തിൽ എന്തു ചെയ്താലും നിങ്ങളുടെ വിവേകം നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കും. അതിനാൽ എപ്പോഴും നിങ്ങളുടെ വിവേകത്തെ അനുസരിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ആന്തരിക ശബ്ദം കേൾക്കുക. ഇന്നത്തെ കാലത്ത് ഓരോരുത്തരും സന്തോഷത്തിനും മനസ്സമാധാനത്തിനുമായി തിരക്കിലാണ്. അതിനുവേണ്ടി പല വഴികളിലായി അലഞ്ഞുതിരിയുന്നു. പക്ഷേ നിങ്ങൾ മറക്കുന്നു, ആ സന്തോഷവും മനസ്സമാധാനവും നിങ്ങളുടെ ഉള്ളിലൂടെയാണ്. അതിനായി രാം നാരായണ രാം എന്ന ദൈവനാമത്തിൽ ലയിച്ചാൽ ജീവിതത്തിൽ എങ്ങനെ ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവം ലഭിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും.